ഈ ഫൈനൽ ഇയറിന് നമുക്ക് അടിച്ചു പൊളിക്കണം. എടാ വേലു, ഇതെന്റെ ഏരിയ. എന്താടാ കുടുങ്ങിയോ? എന്താ പറഞ്ഞേ? നിന്റെ ഏരിയ, നിന്റെ ഏരിയ, എന്റെ ഏരിയ, ആ സ്ഥലം, ഈ സ്ഥലം, എവിടെയായാലും എനിക്ക് ഭയമില്ലടാ. എന്താന്നോ, ആൾ ഏരിയയിലും സാറ് ഗില്ലിയടാ. അങ്ങനെ 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 ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നിങ്ങളുടെ ഏരിയ ഈ കമന്റ് ഉടായിപ്പോക്കെ നാളത്തെ കബഡി മാച്ച് ഉണ്ടല്ലോ, അവിടെ കാണിച്ചാ മതി. അടി പൊടാ ഇത്തിക്കണ്ടപ്പാ. പോടാ വരണ്ടാ. നരിയോട് കളിച്ചാലുണ്ടല്ലോ, നിന്റെ തരി പോലും ബാക്കിയിട്ടില്ല. ആ കോന്തിനെ ശരിക്കും വരട്ടി. നന്നായി, നിങ്ങളൊരു വീരൻ തന്നെ. അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണാം. താഴെ പോകടാ.
നോക്കടാ നമ്മുടെ വേലു വേലു ഇവിടെ ഇല്ലല്ലോ. അയ്യോ താഴെ പോ. നമ്മുടെ വേലു ഉണ്ട്. നീ അന്തരീക്ഷത്തിൽ കിടന്ന് ആടി കളിക്കുന്നുണ്ടോ? അതാ ആമ്പിള്ളേരോട് കളിക്കാൻ വരുമെന്ന് പറയുന്നത്. ഇപ്പൊ നീ താഴെ പോകുന്നുണ്ടോ? അടിയാടി വരണല്ലേ ഹീറോ. അവൻ അഞ്ഞടിച്ചാൽ നീ വെറും സീറോ. അവൻ അഞ്ഞടിച്ചാൽ നീ വെറും സീറോ. അടിയാടി അപ്പ് ഡൗൺ ആവുന്നും ഡൗൺ അപ്പ് ആവുന്നൊന്നും വലിയ വിഷയമല്ലടാ മോനെ. അവസാനം എതിരാളിക്കിട്ട് പണി കൊടുത്ത് ആരാ ജയിക്കുന്നെന്നുള്ളതാണ് മുഖ്യം. വാടാ. പോലീസ് വരുന്നടാ, പോലീസ് വരുന്നു. നമ്മ രണ്ടും കുടുങ്ങിയില്ലേ? ഇപ്പൊ എന്തോ ചെയ്യും? കബഡി കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഭരതനാട്യം കളിക്കാം, കഥകളി വരെ കളിക്കാം. പക്ഷെ അഹങ്കാരം മാത്രം കാണിക്കരുത് മച്ചാ. അങ്ങനെ കാണിച്ചെന്ന് വെച്ചോ, പൊന്നു മോനെ നിന്റെ ആപ്പീസ് കൂട്ടിച്ചു കളയും. പോലീസ് പോലീസ് ആദിവാസി സാർ. ആദിവാസിയാ? മനുഷ്യൻ കുരകരീന്നാണല്ലോ ഉണ്ടായത്, അതുകൊണ്ട് എല്ലാരും അങ്ങനെ വിളിക്കുള്ളൂ സാർ. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം 1000 കുലുമാ. കാലം കലികാലം ഇത് മായം മറിമായം. വേഗം രക്ഷപ്പെടാം. ഇങ്ങ് വാ. തിരിയടാ. എന്താടാ ഈ മുറിവ്? പുലി പെരുമാറി സാർ. പുലിയാ? ആ, എന്റെ ഫ്രണ്ടിന്റെ പേര് പുലികേശി. വെറുതെ ഒന്ന് കൈ വെച്ചതാ, രക്തം വന്നു. നഖം കൊണ്ട പോയിസൺ ഉണ്ടോ? Hey, you better mind your language and try to control yourself. Understand? Understand? India is my country. All Indians are my brothers and sisters. I love my country. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ബാഡ് ബോയ്സ്. എടാ എസ്കേപ്പ് ആയി വീട്ടിൽ പോയി തണ്ണി അടിക്കാനാ പോലീസുകാരൻ പറയുന്നത്. വാ നമുക്ക് പോവാം. പോലീസുകാരാ എന്റെ ആരാധകർ കാണുന്നു. മാനം കളയല്ലേ, ഷർട്ട് ചെയ്ത് കൈയെടുക്ക്. നീ വലിയ മന്മഥനാണോ? ഇന്നത്തെ കാലത്ത് എന്നെ പോലെ വേഷം കെട്ടി നടക്കുന്നവരാ മന്മഥ രാജാക്കന്മാരെ. പ്ലീസ് പോലീസുകാരാ, സംതിങ് കൊല്ലം പടി ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ഡാമേജ് ആയ ടാങ്ക് ലോറി പോലെ ഇരിക്കുന്ന നിനക്ക് ഇമേജ്. എവിടെയാണ് നിന്റെ ലീഡർ? ഷർട്ട് ഇട്ടാലേ പറയത്തുള്ളൂ. എന്താ ചോദിച്ചേ? നിന്റെ ലീഡർ എവിടെ? അവനെ പറ്റി മിണ്ടരുത് പോലീസുകാരാ. എന്താടാ അവൻ എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തേ? അവന്റെ ഇങ്ങനെ തിരിഞ്ഞ് ഇതുപോലെ ഞങ്ങളൊക്കെ സൂപ്പർമാൻ. ഇങ്ങനെയൊക്കെ വരിക. എടി ഗുണ്ടുമണി, എന്താ ഈ വാനരപ്പടയും കൂട്ടി ഇവിടെ കിടന്ന് ഇങ്ങനെ ജമ്മെന്ന് തുള്ളി കളിക്കുന്നത്? നിന്റെ ചേട്ടന്റെ അടുത്ത് വെറുതെ ഇരിക്കാൻ പറയില്ലെങ്കിൽ കൊല്ലും. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ ഇൻസൾട്ട് ചെയ്യുന്ന പണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. എന്ത്? ഈ കാൽ ടിക്കറ്റ് അര ടിക്കറ്റ് എല്ലാം നിന്റെ ഫ്രണ്ട്സാ? വെളി പോ. ഏയ് ഞാൻ എന്തിനാ വെളിയിൽ പോകുന്നത്? ഈ റൂമിൽ എനിക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊന്നും ഞാനും അവകാശമൊക്കെ പറഞ്ഞു തുടങ്ങി. അറിഞ്ഞോ, അടുത്ത സ്ട്രീറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ടുണ്ടെന്നേ. അങ്ങേരുടെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ പോവാൻ നല്ലൊരു ഷർട്ട് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. മറ, എല്ലാം കുഴഞ്ഞു പറഞ്ഞു കിടക്കെ. അതിന്റെ ഇടയ്ക്ക് ബൊമ്മ. സത്യമായിട്ട് സച്ചിൻ തന്നെയാണോ? അതെ, സച്ചിൻ വന്നിട്ടുണ്ട്. കൂടെ അക്ക ഐശ്വര്യ റായി വന്നിട്ടുണ്ട്. അടുത്ത സ്ട്രീറ്റിൽ ആർട്ട് ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. രണ്ടുപേരുമോ? ആ എല്ലാം മിന്നല് പോലെ മറഞ്ഞല്ലോ. എവിടെ അവനെവിടെ? ഇന്ത്യൻ എക്കോണമി ഈസ് ഇന്ത്യൻ എക്കോണമി. ജപ്പാൻ എക്കോണമി ഈസ് ജപ്പാൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഈസ് ദ ബെസ്റ്റ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഈസ് ദ ബെസ്റ്റ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി മീ
ഈസ് ദ പോലീസ് എക്കോണമി പാർട്ട് 1 പാർട്ട് 2. തെരുവില് ഗുണ്ടകളെ പോലെ വഴക്കുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നല്ല പിള്ള ചമഞ്ഞ് പഠിച്ചു കാണിക്കുക. അയ്യോ അമ്മേ പോലീസ് അമ്മേ. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, നമ്മുടെ വീടാ. രാവിലെ 6 മണി മുതൽ ഈ റൂമിലിരുന്ന് സിൻസിയറായിട്ട് പഠിച്ചോണ്ടിരിക്കുക എന്റെ മോൻ. അവനെ ഇങ്ങനെ ഇന്ത്യൻ എക്കോണമി ഈസ് ഓൾവേസ് അവർ എക്കോണമി. ഈ ലോകത്തിലെ പാവാട എടുത്തുകൊണ്ട് പഠിക്കുന്ന ആദ്യത്തെ പുത്രൻ നിന്റെ പുന്നാര മോനാടി. ലുങ്കി എന്ന് വിചാരിച്ചു പാവാട എടുത്തല്ലോടാ. അത് പിന്നെ അച്ഛാ പഠിക്കുന്ന തിരക്കിനിടയ്ക്ക് ഞാൻ അറിയാതെ. ഓ അങ്ങനെയാ. നുണയാണ് അച്ഛാ, നുണയാ. അവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കല്ലേ. ഇപ്പൊ മോളിൽ നിന്ന് അകത്തേക്ക് ചാടി വന്നിട്ട് കുറച്ചു നേരമായിട്ടുള്ളൂ. നീ എന്താടി എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക? ഇതൊക്കെ ഇവന്റെ വേലയാണമ്മേ. സച്ചിൻ ഐശ്വര്യറായി ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ എവിടെയൊക്കെ അലയാൻ വിട്ടെന്നറിയോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു പൂന. അടുത്ത സ്ട്രീറ്റിൽ സച്ചിദാനന്ദ സ്വാമികൾ വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ആശീർവാദം വാങ്ങി ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞു. ഓ, നീ ആണെങ്കിൽ അത് സച്ചിനാണെന്ന് വിചാരിച്ച് ഓട്ടോഗ്രാഫ് എടുത്തോണ്ട് പോയി ഐശ്വര്യറായെ തപ്പിയ എങ്ങനെ കിട്ടാനാ? പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ കാള പറ്റെന്ന് കേട്ടപ്പോഴേ കയറെടുത്തോണ്ട് നോക്കച്ച. കാണാൻ തന്നെയാടാ ഇരിക്കുന്നത്. എന്ത് നീ എപ്പോ പഠിച്ച് എങ്ങനെയൊക്കെ പരീക്ഷ എഴുതി പാസ്സായി വരുമെന്ന് കാണാൻ തന്നെ ഇരിക്കുന്നത്. അത് നടക്കില്ല അച്ഛാ. അച്ഛൻ പഠിക്കുന്നവരെ ഇവൻ കബഡി കറങ്ങി നടക്കാ. അച്ഛാ കബഡിയോ? ഞാനതൊക്കെ വിട്ടിട്ട് കുറെ നാളായച്ചാ. വിശ്വാസം അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കേ. അതെ അതെ. ഓഹോ അങ്ങനെയൊക്കെയാണല്ലേ. അളിയാ ഞാൻ കോടാലി തരികയാണോ വിളിക്കുന്നത്? സേഫായിട്ട് വീട്ടിൽ പോയി എത്തിയില്ലേ? ആ തന്തപ്പിശാശ അടുത്തൊക്കെ നിൽപ്പുണ്ടോ? ഞാൻ പറയുന്നതിനൊക്കെ നീ വെറുതെ കൂടെ മൂളിയാ മതി. എന്നടാ നിന്റെ അപ്പനെ കണ്ട് പഠിച്ചിട്ടാണോ പോലീസുകാരുടെ മാതിരിയുള്ള വൃത്തികെട്ട മൂളല്? എടാ ഞാൻ ആ പെമ്പിള്ളേരെ കഴിഞ്ഞത് വരികയായിരുന്നു. എടാ നിന്റെ തന്തപ്പടി വന്ന് നാറ്റിച്ച് നശിപ്പിച്ച കോളാക്കി കൈ തന്നടാ. അയാളുടെ വിചാരം കമ്മീഷണർ സുരേഷ് ഗോപിയാ. എന്തൊക്കെയായാലും നിന്റെ അപ്പന ഒരു പന്ന പോലീസുകാരനാ. അയാളെ എപ്പോഴും നിന്നെ ഫോളോ ചെയ്തോണ്ട് നടക്കല്ലേ? എന്റെ അപ്പ എങ്ങനെ ആരെങ്കിലും ഉണ്ടല്ലോ മിണ്ടാതെ അയാളെ ഡൈവേഴ്സ് ചെയ്യടാ. അയ്യോ, നിന്റെ തന്ത എന്തിനാടാ കഞ്ഞി വെക്ക ഡ്രസ് ഇടുന്നത്? അയാള് നല്ലൊരു കഞ്ഞിയല്ലേ? അയാളുടെ ഒരു കൊടവയറും നോട്ടവും. ആ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടു. ആ എടാ പിന്നെ നമ്മുടെ കടാരി കുമാരനില്ലേ, അവൻ പനി പിടിച്ച് കിടപ്പിലാ. പിന്നെ നമ്മുടെ വവ്വാലില്ലേ വവ്വാല്, അവന്റെ അമ്മയെ ചാരായ കേസിൽ പോലീസ് പിടിച്ചോണ്ട് പോയി. അതേപറ്റി ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. അടുത്ത മാച്ചില്ലേ അതിൽ നമുക്കൊന്ന് കസറണം. ആ പിന്നെ നാളത്തെ മാച്ചിലെ ജയം നിന്റെ കയ്യിലായിരിക്കുന്നത്. അച്ഛാ ഏതോ റോങ് നമ്പർ അച്ഛാ. റോങ് നമ്പേഴ്സ് അല്ല, റോങ് മെമ്പേഴ്സ്. എന്റെ മകൻ ക്രിക്കറ്റിൽ ഒരു തെണ്ടുൽക്കർ, ചെസ്സിൽ ഒരു ആനന്ദ് എന്ന് പറഞ്ഞാലോ ഒക്കെ. ഇത് തെരുവുള്ളവർക്കൊപ്പം ചേർന്ന് കബഡി കളിക്കാൻ ചെല്ലുക. ഫ്രണ്ട്സിന്റെ പേരെല്ലാം കേൾക്കണ്ടേ? കത്തിക്കുമാരൻ, തിരുവഞ്ചിക്കുളം മുഹമ്മദ് അലി. ഇപ്പൊ വിളിച്ചില്ലേ ഒരു ഡിസ്കവറി ചാനൽ. ഡാ അവന്റെ പേരെന്താ? ആ അളിയ ഞാനാ നരി. പിന്നെ നിന്റെ അച്ഛനോടെ എന്താടാ അർണോൾഡ് പടത്തിന്റെ ടൈറ്റിലാ? ഞാൻ അവന്റെ തന്തയാണ് സംസാരിക്കുന്നത്. നിന്റെ അച്ഛൻ കൊള്ളാം, ടൈറ്റിൽ നന്നായിട്ടുണ്ട്. എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ കുന്നുളയുന്നേ. എന്റെ ഹരി എന്താ സാർ നാളെ രാവിലെ 11 മണിക്ക് അംബേദ്കർ ഗ്രൗണ്ടിൽ കബഡി? ഏയ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. മര്യാദയ്ക്ക് 4 പേപ്പർ എഴുതി പാസ്സായിട്ട് നല്ലൊരു ജോലി നേടാനുള്ള വഴി നോക്ക്. ഏയ് നാളെ കാലത്ത് അവൻ ഈ വീട് വിട്ട് എങ്ങും പോകരുത്. ഇല്ല പോയില്ല. മറിച്ചെങ്ങാനും പോയാൽ